ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസ് കേസെടുത്തത് നിയമോപദേശം കിട്ടിയ ശേഷമാണ്. എങ്കിലും തുടർ നടപടികൾ കരുതലോടെ നീക്കുകയാണ് പോലീസ്. രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയാൻ ഷൈനെ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിന് വിധേയമാക്കിയിരുന്നു. ടെസ്റ്റ് റിസൾട്ട് വന്ന ശേഷം മറ്റ് നടപടികൾ കൈക്കൊണ്ടാൽ മതിയെന്നാണ് ഇപ്പോഴത്തെ തീരുമാനം. ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കേസെടുത്തത്. നമ്മൾ FSL-ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പീഡായിട്ട് തരാൻ പറയാം. കുറച്ച് സമയം എടുക്കും അതൊക്കെ, പക്ഷെ നമ്മൾ പെട്ടെന്ന് തരാനുള്ള നടപടികൾ. അതേസമയം ഷൈൻ്റെ രാസപരിശോധനാ ഫലം നെഗറ്റീവായാൽ പോലീസിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലുമുണ്ട്. എങ്കിലും ഷൈനെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് പോലീസ്. ഷൈൻ ടോം ചാക്കോയെ കാണാൻ ഹോട്ടലിലെത്തിയവരെ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അവരുടെ മൊഴിയെടുക്കും. അതേസമയം ഷൈൻ ടോം ചാക്കോയ്ക്കെതിരായ പരാതി സിനിമയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ താല്പര്യമില്ല എന്ന നിലപാടിൽ തന്നെയാണ് നടി വിൻസി അലോഷ്യസ്. ഇരുവരെയും അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് സിനിമയുടെ അണിയറ പ്രവർത്തകർ. ഇന്റേണൽ കമ്മിറ്റി യോഗത്തിൽ വിൻസിയോട് ക്ഷമാപണം നടത്തിയ ഷൈൻ ഭാവിയിൽ മോശം പെരുമാറ്റം ഉണ്ടാകില്ലെന്ന ഉറപ്പ് നൽകി. വൈകാതെ ഇന്റേണൽ കമ്മിറ്റി റിപ്പോർട്ട് ഫിലിം ചേംബറിന്റെ മോണിറ്ററിംഗ് കമ്മിറ്റിക്ക് കൈമാറും. തുടർന്ന് ഷൈൻ ടോം ചാക്കോയെ താക്കീത് നൽകി പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് ആലോചന. അതിനാൽ തന്നെ തിടുക്കത്തിൽ നടപടി വേണ്ടെന്ന നിലപാടാണ് താരസംഘടനയായ അമ്മയ്ക്കും ഫിലിം ചേംബറിനുമുള്ളത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.